ആസ് എ മ്യൂസീഷ്യനേക്കാളും ഞാൻ യാത്രകളെ കാണുന്നത് ആസ് എ പേഴ്സൺ ഹൗ യു ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇറ്റ്സ് നോട്ട് മ്യൂസിക് ഇസ് നോട്ട് എന്താ പറയുക നോട്ട് ഡസൻ ഡിഫൈൻ ഹു ഐ ആം ഫുള്ളി ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് വാട്ട് ഐ ആം. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സെൻസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരാൾ അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും നമ്മുടെ മ്യൂസിക്കിനെ നമ്മൾ അറിയാണ്ട് നമ്മൾ അതിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. യു ജസ്റ്റ് ഹാവ് ടു എക്സിസ്റ്റ്. നമ്മൾ ടേക്ക് ഇൻ ചെയ്യുന്ന ഓരോ ഇൻഫർമേഷനും നമ്മൾ ചെയ്യുന്ന ഓരോന്നിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക ദാറ്റ്സ് വെൻ ട്രാവൽ ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം യു സി അതർ കൾച്ചേഴ്സ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന പല കൾച്ചറൽ ആസ്പെക്ട്സും പുറത്തു പോകുമ്പോൾ അതിന് മേ ബി ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പം ദെൻ യു റിയലൈസ് ഇത് ഓരോ ബബിളാണ്. നമ്മൾ ഡെയിലി ലൈഫിലുള്ള ബബിൾ ഇസ് സംതിങ് യു കൺസിഡർ ടു ബി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ അതിനൊന്ന് പുറത്ത് കടന്ന് ഒരു മേ ബി ഒരു 100-200 കിലോമീറ്റേഴ്സ് അപ്പുറത്ത് പോയാൽ തന്നെ നൺ ഓഫ് ഇറ്റ് മാറ്റേഴ്സ്. ലൈക്ക് അവിടെ കംപ്ലീറ്റ്ലി പുതിയ സെറ്റ് ഓഫ് റൂൾസ് ആണ്, പുതിയ കൾച്ചേഴ്സാണ്. ആൻഡ് ദെൻ യു സീ ദിസ് എവല്യൂഷൻ. ലൈക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ വേറെ ധരിക്കുന്ന ക്ലോത്ത്സ് ആവട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യം, എല്ലാത്തിനും ഒരു ഗ്രേഡിയൻ്റ് പോലെ ഇങ്ങനെ കാണാം. ഇങ്ങനെ ഈ എന്താ പറയുക ഇറ്റ്സ് നോട്ട് ബൈനറി. ലൈക്ക് നമ്മൾ ഒരു എവല്യൂഷൻ ശരിക്കും ഇങ്ങനെ കാണും, ഒരു ഗ്രേഡിയൻറ്റ് വരച്ച പോലെ. ഇപ്പോൾ സ്കിൻ കളേഴ്സ് ആവട്ടെ ഓർ ലൈക്ക് ഹെയർ ടെക്സ്ചർ വാട്ട് എവർ ഇറ്റ് ഇസ്. ലൈക്ക് നമ്മൾ എന്ത് ഹ്യൂമൻ ബീങ്ങിൻ്റെ കൾച്ചർ എടുത്താലും ഫിസിക്കൽ ആസ്പെക്ട്സ് എടുത്താലും എല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി പല ഭാഗത്തേക്ക് സ്പ്രെഡ് ഔട്ട് ആയതുപോലെയാണ്. ലാംഗ്വേജസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളൊരു സാധനം ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടും. ആക്ച്വലി ദാറ്റ്സ് ദ കോർ തിങ്. വി ആർ ഓൾ ദ സെയിം സ്പീഷീസ്.